ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന ഈ ബാഗ് ഉണ്ടല്ലോ, ഈ ബാഗ് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടല്ലേ. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ശരീരവേദനയും തോളുവേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. വെൽക്കം ടു ഫ്ലെമിംഗോ റൂട്ട്സ്. ഞാൻ മനു സൈമൺ ഫിലിം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ട്രാവൽ ബാക്ക് പാക്കുകൾ, റുക്സാക്കുകൾ ഒക്കെ അതെങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഇത് പൊതുവെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളല്ല. ഇപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ തനിയെ യാത്ര ചെയ്യുന്ന ഒരു അവസരമാണ്. അപ്പോൾ സ്ത്രീകൾക്കായി തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയ ബാക്ക് പാക്കുകളും റുക്സാക്കുകളും ഒക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. അവ എങ്ങനെ തിരഞ്ഞെടുക്കും, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ വീഡിയോയിൽ പ്രധാനമായി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? നിങ്ങൾ ആരും കാണാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അടുത്ത യാത്രയിൽ ട്രാവൽ പാക്കുകൾ ശരിയായ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടൻ പണി കിട്ടും. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണും ഓൾ ബട്ടണും എനേബിൾ ചെയ്യുക. ബാഗ് എങ്ങനെ തിരഞ്ഞെടുക്കും എന്ന് പറയുന്നതിന് മുമ്പായിട്ട് യാത്രകൾ ഉപയോഗിക്കുന്ന ചില ബാഗുകളെ കുറിച്ച് പറയാം. ആദ്യത്തേത് പോക്കറ്റ് സ്ലിങ്ങുകളാണ്. 1 മുതൽ 2.5 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ളതാണ്. സിംഗിൾ സ്ട്രാപ്പ് ക്രോസ് ബോഡി ബാഗ്സ് ആണിത്. പാസ്പോർട്ട്, വിസ, ബോർഡിംഗ് പാസ്, മൊബൈൽ, പവർ ബാങ്ക്, ചാർജിംഗ് കേബിൾ ഇതൊക്കെയാണ് ഇതിൽ കൊണ്ടുപോകാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് മെസ്സഞ്ചർ ബാഗ്സ് ആണ്. 9 to 13 ലിറ്റേഴ്സ് വരും. ഇതും ഒരു 1 സ്ട്രാപ്പ് ബാഗ് ആണ്. ഷോൾഡറിനോ ശരീരത്തിന് കുറുകെയോ ആണ് സാധാരണയായി ധരിക്കുന്നത്. കൂടുതലായും ചെറിയ അവർലി ട്രിപ്സ് ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താറുള്ളത്. പിന്നെ പറയാനുള്ളത് ഡെയിലി ബാഗ്സിനെ കുറിച്ചാണ്. ഇതിന് 15 ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴുള്ള കംഫർട്ടാണ് ഈ ബാഗിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അത്യാവശ്യമായ സാധനങ്ങളും വേണമെങ്കിൽ ചെറിയ കുപ്പി വെള്ളവും മറ്റും ഇതിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ ട്രാവൽ ഗിയർ ആയിട്ടുള്ള ക്യാമറ, അതുപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഈ ബാഗ് നമ്മൾ ഉപയോഗിക്കും. നമ്മൾ സാധാരണ നിത്യ ജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ബാഗാണ്. അടുത്തെന്ന് പറയുന്നത് ഡേ പാക്ക് ട്രാവൽ പാക്കുകളാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 ലിറ്റർ വരെയാണ്. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് സാധാരണയായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഡേ പാക്ക് ട്രാവൽ ബാക്ക് പാക്കുകളാണ് 1-2 ദിവസങ്ങൾക്കുള്ള ട്രിപ്പുകൾക്കും മറ്റുമായിട്ട് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെയും ക്യാമറ പോലുള്ള ഗിയറുകളും ഇതിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇനി വരുന്ന 2 വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതായത് ബാക്ക് പാക്സും റക്സാക്സും. ബാക്ക് പാക്സ് എന്താണെന്ന് നോക്കാം ആദ്യം. 40 മുതൽ 45 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ബാഗുകളാണിത്. മൾട്ടി ഡേ ട്രിപ്സ്, അതായത് ഷോർട്ട് ഹൈക്കിങ്, ട്രെക്കിങ് ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ബാഗുകൾ ശരിയായി പാക്ക് ചെയ്യുകയാണെങ്കിൽ 10 ദിവസം വരെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. കൂടാതെ മിക്ക ട്രാവൽ ഗിയർ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളും. അടുത്തതെന്ന് പറയുന്നത് റുക്സാക്ക് ആണ്. ഇത് 60 ലിറ്റർ വരെ സാധാരണയായി കപ്പാസിറ്റി ഉണ്ട്. ബാക്ക് പാക്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 മുതൽ 45 ലിറ്റർ വരെയായിരുന്നു. ഇത് നമ്മൾ സാധാരണ എക്സ്പെഡിഷൻ ട്രിപ്പ്, ക്യാമ്പിംഗ് ട്രിപ്പ്, മൗണ്ടനിയറിംഗ്, ട്രെക്കിംഗ്, മൾട്ടി ഡേ ട്രക്കിംഗ് അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ബാഗ് എന്ന് പറയുന്നത്. ഇതിന്റെ കപ്പാസിറ്റി മറ്റ് ബാഗുകളെക്കാൾ കൂടുതലാണ്. ഈ ബാഗ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ബാക്ക് പാക്കും റുക്സാക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ? എന്നാൽ അങ്ങനെയല്ല, രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റുക്സാക്ക് എന്ന് പറയുന്നത് ടോപ്പ് ലോഡിംഗ് ആണ്. മുകളിൽ നിന്നാണ് ഇതിന്റെ സാധനങ്ങൾ അതിലേക്ക് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയം ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് ലോഡിംഗ് വിത്ത് സിപ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് റുക്സാക്കിൽ അങ്ങനെ അധികം കമ്പാർട്ട്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം വലിയൊരു കമ്പാർട്ട്മെന്റും 2-3 ചെറിയ അറകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ബാക്ക് പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ധാരാളം ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അറകൾ വലിയ കമ്പാർട്ട്മെന്റിൽ തന്നെ 2-3 അറകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് റുക്സാക്ക് എന്ന് പറയുന്നത് ഏകദേശം 60 ലിറ്റർ മുകളിലുള്ള തന്നെയാണ് റുക്സാക്കുകൾ എന്ന് പറയുന്നത്. ബാക്ക് പാക്ക് എന്ന് പറയുമ്പോൾ ഒരു 40 മുതൽ 50 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ് ബേസിക്കലി ബാക്ക് പാക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ യൂസേജ് എന്ന് പറയുന്നത്, കംഫർട്ട് എന്നൊക്കെ പറയുന്നത്, റുക്സാക്കുകൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡിസൈൻഡ് ഫോർ റഫ് യൂസ് ആണ്. അതായത് നമ്മൾ വൈൽഡ് ട്രക്കിംഗ് അതിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് റഫ് യൂസിനായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം ബാക്ക് പാക്കുകൾ അങ്ങനെയല്ല. ബാക്ക് പാക്കുകൾ ഈസ് മെയിൻലി ഡിസൈൻഡ് ഫോർ കംഫർട്ട്. അങ്ങനെ പലതരത്തിലുള്ള വിശേഷങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏത് ബാഗാണെന്ന് ദയവായി കമന്റ്സിൽ കമന്റ് ചെയ്യുക. എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേകം ട്രാവൽ ബാഗുകൾ തയ്യാറാക്കുന്നത്? പുരുഷന്മാരുടെ ബാഗുകൾ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം?
സംഗതി പുരുഷന്റെ വാരിയിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്നൊക്കെ പറയാമെങ്കിലും സ്ത്രീകളുടെ ശരീരഘടന പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉടലിന്റെ നീളം, തോളുകൾ, ഇടുപ്പിന്റെ ഘടന എന്നിവയൊക്കെ വ്യത്യാസം നിറഞ്ഞതാണ്. മികച്ച നിലവാരമുള്ള യൂണിസെക്സ് ബാഗുകൾ ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ യാത്ര തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ ഷോൾഡർ പെയിൻ, ബോഡി പെയിൻ ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വുമൺ സ്പെസിഫിക് ട്രാവൽ ബാഗുകൾക്ക് പ്രാധാന്യം ഏറുന്നു. ഒന്നാമത്തെ പ്രത്യേകത, സ്ത്രീകൾക്കായുള്ള ബാക്ക് പാക്കുകൾക്ക് ഒരല്പം നീളം കുറവായിരിക്കും. ഇതിന്റെ കാരണം സ്ത്രീകളുടെ ഉടലിന്റെ നീളം, അതായത് ടോർസോ ലെങ്ത്, പുരുഷന്മാരുടെ ടോർസോ ലെങ്തിനേക്കാൾ താരതമ്യേന കുറവായിരിക്കും. എന്താണ് ഈ ടോർസോ ലെങ്ത് എന്ന് വെച്ചാൽ? മെഷർമെന്റ് ഓഫ് ദ ബോഡി ഫ്രം ദ ബേസ് ഓഫ് ദ നെക്ക് ടു ദ ടോപ്പ് ഓഫ് യുവർ ഹിപ്പ് ബോൺ. ഈ അളവ് സ്വിംവെയറുകളും ബാക്ക് പാക്കുകളും ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ട്രാവൽ ബാക്ക് പാക്കിന്റെ ഭാരത്തിന്റെ 70 മുതൽ 80% വരെ താങ്ങേണ്ടത് ഹിപ്പ് ബോൺ ആണ്. ബാക്കിയുള്ളത് തോളിനും. ഈ അനുപാതത്തിലാവും മികച്ച ബാക്ക് പാക്കുകൾ നിർമ്മിക്കുക. അങ്ങനെ വരുമ്പോൾ ബാക്ക് പാക്കുകൾ ധരിച്ചുകൊണ്ടുള്ള യാത്ര ആയാസരഹിതമായിരിക്കും. അടുത്ത പ്രത്യേകത ഷോൾഡർ വിഡ്ത് ആണ്. പുരുഷന്മാർക്ക് സാധാരണ ബ്രോഡർ ഷോൾഡേഴ്സ് ആണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മെൻസ് ബാക്ക് പാക്കുകളുടെ ഷോൾഡർ സ്ട്രാപ്പുകളുടെ നീളം കൂടുതലും അകലം കൂടുതലും ആയിരിക്കും. സ്ത്രീകളുടേതിന് നീളം കുറഞ്ഞതും അകലം കുറഞ്ഞതുമായ ഷോൾഡർ സ്ട്രാപ്പ് ആവും ഉണ്ടാവുക. ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് കാരണം ബാക്ക് പാക്കിന്റെ ഭാരം ആനുപാതികമായി വിഭജിക്കപ്പെടുകയും നീണ്ട യാത്രകൾക്ക് ഒരു അനായാസത കൊടുക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, യാത്രികന് ഒരു കംഫർട്ടും നൽകുന്നു. അതോടൊപ്പം തന്നെ ഷോൾഡർ സ്ട്രാപ്പ് പാറ്റേണിലും വ്യത്യാസമുണ്ടാവും. സ്ത്രീകളുടെ ശരീരത്തിലെ വടിവുകൾ കണക്കിലെടുത്താണ് ഇവ ഡിസൈൻ ചെയ്യുക. ഇങ്ങനെയുള്ള ബാഗുകൾ ധരിക്കുമ്പോൾ കംഫർട്ടും ഈസിനെസ്സും നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഹിപ്പ് ബെൽറ്റ് ഷേപ്പിംഗിലാണ്. സ്ത്രീകൾക്ക് പൊതുവെ വൈഡർ ഹിപ്സും ഡിഫറെന്റ് ഹിപ്പ് ഷേപ്പുമാണ് പുരുഷന്റേതിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഹിപ്പ് ബെൽറ്റിന്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിന്റെ ഈ ഘടനയും പരിഗണിക്കേണ്ടതാണ്. ഇങ്ങനെ ശരിയായി ഡിസൈൻ ചെയ്യുമ്പോൾ ബാക്ക് പാക്കിന്റെ ഭാരം തോളിൽ കേന്ദ്രീകരിക്കാതെ ഹിപ്പ് ബോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് തോളിന്റെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് ഡിസൈനിങ് ഇൻ കളേഴ്സ്. പുരുഷന്മാർ പൊതുവെ ഇരുണ്ട കളറുകൾ ഇഷ്ടപ്പെടുമ്പോൾ സ്ത്രീകൾ വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി നമുക്ക് ബാക്ക് പാക്കുകൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ ചില കാര്യങ്ങളെ കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്ന പോലെ പറയാനാവുന്നത് നമ്മുടെ ശരീരഭാരത്തിന്റെ 20 മുതൽ 30% വരെ മാത്രമായിരിക്കണം ബാക്ക് പാക്കുകളുടെ ഭാരം എന്നുള്ളതാണ്. ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സൈസ് ആണ്. നമ്മൾ ഏത് തരത്തിലുള്ള ട്രിപ്പാണോ പോകുവാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള ബാഗുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ. ഒരാഴ്ച വരെയുള്ള യാത്രകൾക്ക് 40 മുതൽ 45 ലിറ്റർ കൊള്ളുന്ന ബാക്ക് പാക്കുകളാവും നല്ലത്. ലോങ് ആയിട്ടുള്ളതും സാഹസികവുമായിട്ടുള്ള യാത്രകളാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ 50 മുതൽ 70 ലിറ്റർ വരെയുള്ള ബാഗുകൾ ഉപയോഗിക്കാം. ഫിറ്റ് ആൻഡ് കംഫർട്ട് ആണ് അടുത്ത പോയിന്റ്. സ്ത്രീകൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ബാഗുകൾ തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കർവ്ഡ് സ്ട്രാപ്പ്, പാഡഡ് ഹിപ്പ് ബെൽറ്റ്, ഇതൊക്കെയുള്ള നല്ല ബാഗുകളാണെങ്കിൽ യാത്ര കൂടുതൽ ആയാസകരമായിരിക്കും. ബാക്ക് പാക്കിന്റെ ഫിറ്റ് ശരിയല്ലെങ്കിൽ ബാക്ക് പെയിൻ, നെക്ക് സ്ട്രെയിൻ ഒക്കെ ഇത് കാരണമാകും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെയിറ്റ് ആൻഡ് ഫ്രെയിം ആണ്. ദീർഘമായ യാത്രകളാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫ്രെയിംസ് ഉള്ള ബാക്ക് പാക്കുകൾ തിരഞ്ഞെടുക്കുക. സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യം ഇന്റേണൽ ഫ്രെയിംസ് ഉള്ള ബാഗുകളായിരിക്കും. താരതമ്യേന ലൈറ്റ് വെയിറ്റ് ഉള്ളവയായിരിക്കണം ബാക്ക് പാക്കുകൾ. ബാഗുകളുടെ സെക്യൂരിറ്റി എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഹിഡൻ പോക്കറ്റുകൾ, സിപ്പർ ലോക്ക് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. കുറഞ്ഞപക്ഷം ഒരു ഹിഡൻ പോക്കറ്റ് എങ്കിലും ഉള്ള ബാഗുകളാകും എപ്പോഴും നല്ലത്. ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് സ്റ്റൈൽ എന്നത്. യാത്രകളിൽ എപ്പോഴും കൂടെയുള്ളത് ഈ ബാഗുകളാണ്. നമ്മുടെ ഏറ്റവും അടുത്ത് ഏതാപത്തിലും ഒരുമിച്ചുള്ള സഹയാത്രികനാണ് ഈ ബാഗ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറും സ്റ്റൈലും ഒക്കെയാണ് ബാഗിലെങ്കിൽ യാത്രകൾ കൂടുതൽ ഹൃദ്യമാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ യാത്ര ഹിമാലയത്തിലേക്കോ എയർപോർട്ടിലേക്കോ ഒരു റിസോർട്ടിലേക്കോ ആണെങ്കിൽ കൂടി ഒരു ബാക്ക് പാക്ക് എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. വെറുമൊരു ബാക്ക് പാക്ക് അല്ല, നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ യാത്രകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒന്ന്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് കമന്റിൽ കൂടി ഞങ്ങളെ അറിയിക്കുക. ഇനി എന്താണ്, പാക്ക് ലൈറ്റ്,
travel far, keep your back happy. Thank you for watching.